ഇല്ല, ഞാൻ കേസ് കൊടുക്കുന്നതിന് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് അനുമതി ചോദിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഞാൻ KPC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും അനുമതി വാങ്ങിയതിന് ശേഷമാണ് കേസ് ഫയൽ ചെയ്തത്. ഞാൻ ഒരു സിറ്റിസൺ എന്ന നിലയല്ലേ പോകും, ഒരു പൗരൻ എന്ന നിലയിൽ. കോടതിയിൽ MLAക്ക് പ്രത്യേക പരിധിയൊന്നുമില്ലല്ലോ. ഇല്ല, വിഷയം ഉന്നയിക്കുന്നതിന് മുമ്പ് പാർലമെന്ററി പാർട്ടിയിൽ ഇത് ചർച്ച വന്നിട്ടുണ്ടായിരുന്നില്ല. അതെ അതെ സ്വാഭാവികം. അങ്ങനെ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് എല്ലാ വിഷയവും പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്തിട്ടല്ല വരാറ്. അല്ല, എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് ഞാൻ രണ്ടാം വട്ടം നിയമസഭയിൽ ഇത് ഉന്നയിച്ചതും അദ്ദേഹം തന്നെയാണ് എനിക്ക് അനുമതി തന്നത്. ഇത് നിയമസഭയിൽ ഫ്ലോറിൽ എഴുതി കൊടുത്ത് ഉന്നയിക്കാനും കോടതിയിൽ പോകാനും അദ്ദേഹത്തിൻ്റെ അനുമതി ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ ആരും ഒഫീഷ്യലി എന്നോട് പറഞ്ഞിട്ടില്ല. അന്നിങ്ങനെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു. നിയമസഭയിൽ ഞാൻ ആദ്യം ഉന്നയിക്കുമ്പോൾ ഞാൻ ഈ കാര്യം പാർലമെന്ററി പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല എന്നുള്ളത് ശരിയാണ്. എനിക്ക് മുഖ്യമന്ത്രിയോടും കുടുംബത്തോടും വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു എതിർപ്പോ അല്ലെങ്കിൽ വൈരാഗ്യമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. ഞാൻ ഒരു പ്രതിപക്ഷ MLA എന്ന നിലയിലുള്ള എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഴിമതിക്കെതിരെ പോരാടാൻ ഇറങ്ങിയത്. വീണ വിജയൻ എന്ന സ്ത്രീയോട് ഞാൻ അവരുടെ സ്ത്രീത്വം, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ വ്യക്തിത്വം അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു വാക്കോ ഒരു ഭാഷയോ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നും ഞാൻ അവരോട് റെസ്പെക്റ്റോടുകൂടി സംസാരിച്ചിട്ടുള്ളൂ. അവരൊരു സംരംഭകയാണ്. പക്ഷേ അവർ നടത്തിയിട്ടുള്ള ഡീലിങ്സിലും കറപ്ഷൻ എലിമെൻ്റ് ഉള്ളപ്പോൾ അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല, പറയാതിരിക്കാൻ കഴിയില്ല. നിയമവിരുദ്ധമായിട്ടും അവർ പണം വാങ്ങിയെന്നുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് പറയുന്നതിന് സ്ത്രീ എന്നൊരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ഈ IGST അടച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നാൽ താൻ പറഞ്ഞ കാര്യം തെറ്റാണെങ്കിൽ മാപ്പ് ചോദിക്കും പരസ്യമായി എന്ന് മുമ്പ് പറഞ്ഞത് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ 1,72,00,000 രൂപയ്ക്ക് IGST അടച്ചതിൻ്റെ രേഖ കാണിച്ചാൽ ഞാൻ പറയാം. ഞാൻ ഇന്നും പറയല്ലേ, ഇന്നും ഞാൻ പറയാണ്, ആ എൻ്റയർ എമൗണ്ടിന് വീണ വിജയൻ ടാക്സ് അടച്ചിട്ടില്ല. നോ ഡൗട്ട്, ഐ സ്റ്റിക്ക് ടു മൈ പൊസിഷൻ. ആ മുഴുവൻ പണത്തിനും ടാക്സ് അടച്ച രേഖ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൊണ്ടുവന്നാൽ ഐ വിൽ അപ്പോളജൈസ്. പുറത്തു വന്ന ഏത് രേഖ? മിനിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ? 1.72 crores ആ പണത്തിന് ടാക്സ് അടച്ച രേഖ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരും. ഞാൻ പൊതുസമൂഹത്തിന് മുമ്പില്ല പറഞ്ഞേ. എന്ന് പറയാൻ പറ്റില്ല. ടാക്സ് അടച്ചുകൊണ്ട് അഴിമതി പണത്തിന് ടാക്സ് അടച്ച അഴിമതി ഇല്ലാതാവും. അന്ന് അവരെടുത്ത ഡിഫൻസ് ആണത്. അതുപോലും കളവായിരുന്നു പറയുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അങ്ങനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിനും CPM-നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കുമൊക്കെ നമ്മളൊരു ശല്യമായിരിക്കും. പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹം ശല്യമാണെങ്കിൽ ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്ന ആളാണ്. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്, അവർ വിധി എഴുതും. ഇല്ല, ഇപ്പം നിയമസഭയിൽ പ്രസംഗിച്ച് ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ബോധ്യത്തിൽ ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. ഒരു വിജിലൻസ് കോടതി വിധി കൊണ്ട്, ഈ കോടതിയുടെ വിധി കൊണ്ട് ഇത് അൾട്ടിമേറ്റ് ആണെന്നും അന്തിമമാണെന്നും ഇതുകൊണ്ടെല്ലാം തീർന്നുവെന്നും കൺക്ലൂഡ് ചെയ്യാൻ സമയമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യൂ.